അയ്യോ എന്റെ മഹാദേവ, സമയം നോക്കിക്കേ. ഞാൻ ഇനി എപ്പോ റെഡിയായി കോളേജിൽ പോവും? ഈ വീട്ടിലുള്ളവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലയോ എന്റെ കർത്താവേ? അമ്മയ്ക്കൊന്ന് വിളിച്ചെന്താ? ഞാൻ ലേറ്റായി. അമ്മോ, ഞാൻ ഇന്ന് പോണോ കോളേജിൽ? പ്ലീസ്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. രാവിലെ 6 മണിക്ക് നിന്നെ വിളിക്കാൻ തുടങ്ങിയതാ. അതെങ്ങനെ പോത്തുപോലെ അല്ലയോ കിടന്നുറങ്ങുന്നേ? നിന്നെ പോലെ അല്ലേടി അപ്പു. അവൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി എന്നെ സഹായിക്കും. നീയോ കൊഞ്ചന റെഡിയായി കോളേജിൽ പോവാൻ നോക്ക്, അല്ലെ ഇവിടുന്ന് പച്ചവെള്ളം തരത്തില്ല. അയ്യോ നിർത്തമ്മേ, അറിയാതെ പറഞ്ഞു പോയി, മാപ്പാക്കണം. പോയി പല്ല് വെച്ചിട്ട് വാടി, നാറിയിട്ട് വയ്യ. അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു. ഡി വാ, ലേറ്റ് ആകും. ഞാൻ വരുവാ അച്ചു. പോവാ. കൊച്ചെ, നീ ഒന്നും കഴിക്കുന്നില്ലേ? ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം വാസു. ബൈ. കോളേജിലെത്തിയതും അച്ചു, നീ ആ ഷർട്ട് കഴുകിയോ? ബട്ട് എടുത്തില്ല. അതെന്നാ? ഉണങ്ങിയില്ല, നാളെ കൊടുക്കാം. വാ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. അങ്ങനെ പാച്ചു പാട്ടും പാടി അവരുടെ അടുത്തേക്ക് നടന്നു. എന്നാടി അച്ചുവേ, രാവിലെ തന്നെ പാച്ചു ഫോമിലാണല്ലോ. അതേടാ, ഞാൻ നല്ല ഫോമിലാ. വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടേ ഇപ്പൊ പറയണം. പറയണത് കൊണ്ടൊന്നും തോന്നരുത്. പെറ്റമ്മ സഹിക്കൂല മോളെ. അതെന്നാടാ, അത്രയ്ക്ക് ബോറാണോ? അതേടി, എങ്കി അങ്ങോട്ട് സഹിച്ചോ. നീയാണോ ആരുടേക്ക് പാട്ട് പാടാൻ പോണേ? എന്റെ പാട്ട് ഏതാന്ന് ഞാൻ അന്ന് കാണിച്ചു തരാം കേട്ടോ, ഈർക്കിലി പൈലുകളെ. അങ്ങനെ ആവട്ടെ തമ്പുരാട്ടി. മതി, ക്ലാസ്സിൽ പോവാ. വാ. ഫസ്റ്റ് പീരീഡ് എന്നതാ? സെക്കൻഡ് ലാംഗ്വേജാ. നന്നായി, രാവിലെ തന്നെ ശോകാണല്ലോ ഹാഷിമേ. അതേടി, വാ, അങ്ങോട്ട് പോവാ. ഞാനും ഹാഷിം ഹിന്ദിയാ, ബാക്കി ടീം മലയാളം. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. വിശന്നിട്ട് വയറ് തള്ളക്കി വിളിക്കുക. നേരെ വെച്ച് പിടിച്ചു ക്യാൻറ്റീനിലേക്ക്. ഒരു ചായയും 2 രതീഷും, അതായത് പഴംപൊരി, വാങ്ങി തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ബഡ്ഡീസ് അങ്ങോട്ട് എത്തുന്നത്. നിനക്ക് ഞങ്ങളെ ഒന്ന് വിളിച്ചൂടെ ചൂലേ? വിശന്നിട്ട് വയ്യ, അതുകൊണ്ടാ. അല്ലാതെ ഞാൻ വിളിക്കാതെ വരുവോ? എന്നതാ? ഒന്നുമില്ലേ, ഞങ്ങൾക്കറിയാലോ വിശന്നാ പിന്നെ നിനക്ക് കണ്ണ് കാണില്ലാന്ന്. പിന്നെ എന്നാത്തിനാടാ കോപ്പ ഇങ്ങനെ ചോദിക്കുന്നേ? ഇരുന്ന് മുണങ്ങ്. ഡാ, എന്ത് വേണേലും വാങ്ങിക്കോ, ഹാഷി കൊടുത്തോളും. അല്ലേടാ ഹാഷി? പിന്നെ എന്റെ വാപ്പ ഗൾഫിൽ കിടന്ന് നോട്ടച്ചടിക്കുമല്ലേ, ഒന്ന് പോടി. അങ്ങനെ ദിവസങ്ങൾ വളരെ വേഗത്തിൽ പോയി. ഇന്നാണ് എന്റെ പിറന്നാൾ. വാസു തയ്ച്ചു തന്ന പട്ടുപാവടയിട്ട് അപ്പൂസുമായി അമ്പലത്തിൽ പോയി. സെറ്റിന്റെ പാവാട ഡാർക്ക് ഗ്രീനിൽ ഗോൾഡൻ മുത്തുവെച്ച വർക്ക് ചെയ്ത ടോപ്പുമായിരുന്നു. സിമ്പിൾ ആയിട്ടുണ്ടായിരുന്നു അത് കാണാൻ. അമ്പലത്തിൽ ചെന്ന് കൃഷ്ണനോട് കാര്യമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു, ആ കാലന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ. അയാൾ അടുത്തു വരുമ്പോ എന്തോ എനിക്കൊരു വെപ്രാളോ. അയാൾ അതറിയാതെ ഇരിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഞാൻ. ബട്ട് നടക്കുന്നില്ല കൃഷ്ണ. എനിക്കിതൊക്കെ പറയാൻ നീയല്ലേ ഉള്ളൂ, അറിയാലോ. അങ്ങനെ വീട്ടിൽ ചെന്ന് ഫുഡും കഴിച്ചു. കുറച്ചുനേരം അവരോട് സംസാരിച്ച് റൂമിൽ പോയി. രാവിലെ എഴുന്നേറ്റതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ചുനേരം കിടന്നപ്പോ ഉറങ്ങിപ്പോയി. താഴെ സൗണ്ട് കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ചെന്ന് നോക്കിയപ്പോ വിശ്വച്ചനും അകിച്ചേട്ടനും അച്ഛനും അമ്മയും അപ്പോ എല്ലാരും കൂടി അടുക്കളയിൽ ഒരു മേള. വാസു പായസം വെക്കുന്നു, വിശ്വച്ച തേങ്ങ ചുരുണ്ടുന്നു, അച്ഛൻ കറി ഇളക്കുന്നു, അകിയോ അപ്പോ അവിയലിനുള്ള കഷ്ണം അരിയുന്നു. എല്ലാരും ഭയങ്കര ബിസി. കാലിന് മാത്രം കണ്ടില്ല. അയാൾ വരൂലെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പാച്ചു, നീ ഇതെവിടെയാ? വാസു വല്ലതും പറഞ്ഞോ? ബെസ്റ്റ്. അപ്പൊ ഞാൻ ആരോടാ ഇത്രയും നേരം വായിട്ടലച്ചത്? ഞാൻ കേട്ടില്ല വാസുട്ടി. എന്നതാ കാര്യം? അത് സ്റ്റോർ റൂമിൽ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്, ആ ഷെൽഫിൽ. നീ അതിങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. ശരി തമ്പ്രാട്ടി. കളിക്കാതെ അങ്ങോട്ട് പോയോ കൊച്ചെ? ഞാൻ പോവാണേ. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? സ്റ്റോർ റൂമിലേക്ക്. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? സ്റ്റോർ റൂമിലേക്ക്. ഡോറയുടെ പ്രയാണം. അങ്ങനെ ഡോറയും കളിച്ച് സ്റ്റോർ റൂമിൽ ചെന്ന് നോക്കിയപ്പോ ദേണ്ടയിരിക്കുന്നു നമ്മുടെ ഉരുളി. എന്റെ വാസു, ഇത് ഞാൻ ഇപ്പൊ എങ്ങനെ എടുക്കാനാ? ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് എന്റെ മണ്ടയ്ക്ക് കൊണ്ട് വെക്കാനേ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ എങ്ങനെ വലിഞ്ഞു കയറും ഇത്? തളരരുത് രാമൻകുട്ടി, തളരരുത്. നിന്നെക്കൊണ്ട് പറ്റും, നിനക്ക് മാത്രമേ പറ്റൂ. യു ക്യാൻ ഡു ഇറ്റ് പാച്ചു. ഞാൻ എത്തി വലിഞ്ഞ് അതെടുക്കാൻ നോക്കിയപ്പോ 2 കൈകൾ തന്റെ ഇടുപ്പിൽ മുറുകുന്നതായി മനസ്സിലായി. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോ കാല് എന്നെ എടുത്തു പൊക്കി പിടിച്ചിരിക്കുക. ദൈവമേ, ഇത് എപ്പോ വന്നു? എളുപ്പം അയാളുടെ കയ്യിൽ നിന്ന് കുതറി മാറി. എന്നെ അയാൾ ഒന്നുകൂടി ചേർത്ത് നിർത്തി. താൻ എന്ത് പണിയാ കാണിച്ച്? പെമ്പിളേരെ കയറി പിടിക്കാൻ വന്നേക്കും, വീടടെ പട്ടിയെന്നെ. ഒന്നും കൂടി ചേർത്ത് നിർത്തി. എന്നെ ഇടുപ്പി പിടിച്ച് പൊക്കിയിട്ട് ഉരുളി എടുക്കാൻ പറഞ്ഞു. ഞാൻ അത് വേഗം എടുത്തു. അപ്പൊ കാലേനെ താഴെ ഇറക്കി എളുപ്പ സ്ഥലം കാലിയാക്കാൻ നോക്കിയപ്പോ കാല എന്റെ കൈ പിടിച്ച് തിരിച്ച് അയാളോട് ചേർത്ത് നിർത്തി. എന്നിട്ടൊരു ചോദ്യം. ഡി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ചേട്ടാന്ന് വിളിക്കണോന്ന്? എന്റെ ദൈവമേ, എന്നെക്കാൾ 6 മാസത്തിന് മൂപ്പുള്ള ഇവനെ ചേട്ടാന്ന് വിളിക്കാനോ? നോവേ. ഇനി നീ ഇങ്ങനെ വിളിക്കും, മര്യാദയ്ക്ക് ചേട്ടാന്ന് വിളിച്ചോണം കേട്ടോടി. എന്താടി ഇപ്പൊ നിനക്ക് നാക്കില്ലേ? കുറച്ചു മുമ്പ് എന്തുവായിരുന്നു? പിന്നെ കയറി പിടിച്ചവനെ കയറി ഉമ്മ വെക്കണം. പയ്യെ പറഞ്ഞത് കാലം നന്നായി കേട്ടു. ചിലപ്പോ ഞാൻ നിന്നെ കയറി പിടിച്ചെന്നും ഇരിക്കും, ഇതുപോലെ ഉമ്മ തന്നും ഇരിക്കും എന്നും പറഞ്ഞ എന്റെ കവളെ അയാൾ ഉമ്മ വെച്ചു.
ആ കാലനെ തള്ളി മാറ്റി താഴേക്ക് പോയി ഉരുളി കൊടുത്ത് റൂമിൽ ചെന്ന് ഒരുപാട് നേരം കരഞ്ഞു. അമ്മ വിളിക്കുന്ന കേട്ടാണ് താഴെ ചെന്നത്. നീ എന്താ പാച്ചു, കരഞ്ഞോ? ഇല്ല ചേ, ഉരുളി എടുക്കാൻ പോയപ്പോ കണ്ണി കരട് പോയതാ. വാ ഇരി, എല്ലാവർക്കും കൂടി കഴിക്കാം. ഞാൻ പിന്നെ കാലനെ നോക്കാൻ പോയില്ല. അയാളുടെ ദേഷ്യത്തിന് കയറി ഉമ്മിച്ചതല്ലേ പട്ടി തെണ്ടിച്ചേറ്റ. എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വന്നിരിക്കാം. അത് പുറത്ത് കാട്ടാതെ എല്ലാരോടും ചിരിച്ചും കളിച്ചും നടന്നു. പിന്നെ കാലിന്റെ മുമ്പിൽ ചാടാതെ നോക്കണം, അല്ലെ പണി വരുന്ന വഴി അറിയാൻ പറ്റത്തില്ല. വൈകിട്ട് കേക്ക് മുറിച്ചു. അച്ഛനും അമ്മയും അപ്പൂസും ആകിയും എല്ലാം ഗിഫ്റ്റ് വന്നു. ഞാൻ കാലിന് മൈൻഡ് ചെയ്യാൻ പോയില്ല. അയാൾ ഗിഫ്റ്റ് തരാൻ വന്നപ്പോഴും മൈൻഡ് ചെയ്തില്ല. എല്ലാവരും ശ്രദ്ധിക്കണ കൊണ്ട് മാത്രം അത് വാങ്ങി. കുറച്ചു കഴിഞ്ഞ് അവർ ഇവിടെ നിന്ന് പോയി. ഞാൻ റൂമിൽ ചെന്ന് ഇന്ന് നടന്ന കാര്യങ്ങൾ ആലോചിച്ചിരുന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി. അല്ല, നിങ്ങൾക്ക് അവൾ പറയുന്ന മാത്രം കേട്ടാ മതിയോ? അവളുടെ കാലം പറയുന്ന കേൾക്കണ്ടേ? എല്ലാവർക്കും അവൾ പാച്ചുമായിരിക്കും, ബട്ട് എനിക്ക് അവൾ എന്റെ കറുമ്പിപ്പാറുവാ. അറിയാവോ? അല്ല, ഞാൻ ഇത് ആരോടാ പറയുന്നേ? അവൾ എന്നെ കാലനായി വെച്ചിരിക്കുവല്ലേ. പാവം ഞാൻ. കുരുത്തക്കേടിന് കൈയും കാലും വെച്ച് ആയിട്ടാണ് ആ സാധനം. കുരുത്തക്കേട് എല്ലാം കാണിച്ചു വെച്ചിട്ട് ഞാൻ ഒന്നും അറിയില്ല എന്നുള്ള നിപ്പുണ്ട്. അതൊന്ന് കാണണം. എല്ലാവരുടെ മുമ്പിൽ പുലിക്കുട്ടിയാണ്, എന്റെ മുമ്പിൽ പൂച്ചക്കുട്ടിയാ. ഞങ്ങൾ നേരിട്ട് കാണുമ്പോ കീരിയും പാമ്പുവാ. അവളെ അങ്ങനെ കാണാനാ എനിക്കിഷ്ടം. അടുത്തുണ്ടായിരുന്നപ്പോൾ അതിന്റെ വില അറിയില്ല, ബട്ട് അത് നമ്മളിൽ നിന്ന് അകലുമ്പോൾ മനസ്സിലാവും അത് നമുക്ക് എത്ര വേണ്ടപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. 10th കഴിഞ്ഞ് +1 ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. എനിക്ക് അമ്മയില്ല. അമ്മ എനിക്ക് 2 വയസ്സുള്ളപ്പോ മരിച്ചുപോയി. പിന്നെ എല്ലാം എനിക്ക് ചേട്ടനും അച്ഛനുമാണ്. അപ്പോഴാണ് മനസ്സിലായ ആ കറമ്പിപ്പാറ് എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി തന്നു. അവളുടെ കുറുമ്പുകൾക്ക് മാറ്റു കൂട്ടുന്ന നുണക്കുഴി, കുഞ്ഞിക്കണ്ണം, തക്കാളി പോലത്തെ കാളും, നീണ്ടു പനങ്കുല പോലെ കിടക്കുന്ന മുടി എന്നെ ചന്തമാണെന്നോ. മുഖത്ത് എപ്പോഴും ആ കുഞ്ഞു പൊട്ടും ഒരു കുറിയും. അതാണ് അവളുടെ ഒരുക്കം. ഞാൻ വെക്കേഷൻ ആകാൻ കാത്തിരിക്കുമായിരുന്നു അവളെ ഒന്ന് കാണാൻ. എന്നാൽ പണ്ടത്തെ പോലെ അവൾ എന്നോട് വഴക്കിടാൻ പോലും വരാറായി. എന്നെ കാണുമ്പോൾ അവൾ ഒഴിഞ്ഞു മാറും. എനിക്ക് അവളുടെ അകൽച്ച ഒരിക്കലും താങ്ങാൻ സാധിച്ചില്ല. 2 വർഷം കഷ്ടപ്പെട്ട് അവിടെ പിടിച്ചു നിന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ എത്താനാണ് ആഗ്രഹിച്ചത്. കാരണം അവളെ എപ്പോഴും കാണാലോ, അത് തന്നെ കാര്യം. അങ്ങനെ അവസാനം അവൾ പഠിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അപ്പോഴും അവൾ എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നു. അവളുടെ ഓരോ പ്രവൃത്തിയും അവൾ കാണാതെ എപ്പോഴും ശ്രദ്ധിക്കും. ചില നേരത്തെ അവളുടെ സംസാരം കേട്ട കാലേ വരി നിലത്തടിക്കാൻ തോന്നും. അതേപോലത്തെ സംസാരം അല്ലയോ. പിന്നെ കാണുന്ന എല്ലാരെയും അവൾ വായി നോക്കും. അതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ അവളോട് ഇത്ര കലിപ്പി നിൽക്കണത്. ഇന്ന് അവളെ ആ പട്ടുപാവടെ കണ്ടപ്പോൾ എന്റെ കൺട്രോൾ ഫുൾ പോയെന്ന്. അതുകൊണ്ട് തന്നെ കിസ് അടിച്ചത് പറ്റിപ്പോയി. പിന്നെ കുറച്ചു നേരത്തേക്ക് അവളെ കണ്ടില്ല. കണ്ടപ്പോ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു. എന്നെ ഒന്നും നോക്കുന്ന പോലും ഇല്ലായിരുന്നു. അവൾ എന്റെ ആയതുകൊണ്ടല്ലേ ഞാൻ അവളെ ഉമ്മ വെച്ചത്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല പിന്നെ എനിക്കൊരു ജീവിതമുണ്ട്, അതെന്റെ കറമ്പിപ്പാറുവിന്റെ കൂടെയായിരിക്കും. അതുപോലെ തന്നെ അവൾക്കും. വേണേ നിങ്ങൾ നോക്കിക്കോ. പെണ്ണിതൊക്കെ അറിയുമ്പോൾ എന്റെ നെഞ്ചി പൊങ്കാലയിടും. ദിവസങ്ങളും മാസങ്ങളും വളരെ വേഗത്തിൽ പാണ്ടിലോറി വിളിച്ച് ദേ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 2nd ഇയറിൽ നിന്ന് 3rd ഇയറിൽ മാറി കോളേജിലെ സൂപ്പർ സീനിയേഴ്സ്. അനു, വളച്ചിട്ടില്ലാതെ കാര്യം പറയാം. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഒലിപ്പിച്ച് നടക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തുറന്നു പറഞ്ഞത്. ഇവിടെ നിറങ്ങി പഠിച്ച് ജോലി വാങ്ങിയിട്ട് ഞാൻ തന്നെ വീട്ടിൽ വന്ന് ചോദിച്ചോളാം. തന്റെ തീരുമാനം എന്തായാലും എനിക്കറിയണം. ഇതിപ്പോ എന്താ നടക്കുന്നേ? ആൽബി അനുവിനോട് പറയുന്നത് കേട്ട് അജു ചോദിച്ചു. ഉണ്ടായിടാ കോപ്പേ. അനു, നീ തീരുമാനം പറ. ഹാഷ്യം പറഞ്ഞു. അത് തന്നെ വെച്ചുവും പറഞ്ഞു. നീ നിന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും തുറന്നു പറ, പാച്ചു പറഞ്ഞു. പാച്ചു പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടേ പറ. ഞാനിപ്പോ പറഞ്ഞത് പിന്നെ എനിക്കൊരു സങ്കടാവരുത്. നിന്നോട് പറയാൻ പറ്റില്ലോ എന്നോർത്ത്. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാം. ഞാൻ നിന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ വരത്തില്ല. അത് നീ എനിക്ക് എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. ബട്ട് ഇന്നു മുതൽ നിന്റെ ജീവന്റെ പാതിയാകാൻ ആഗ്രഹിക്കുന്നു. അനു പതിയെ പറഞ്ഞു. എന്നതാടി ഇത്ര ക്ലീശ ഡയലോഗ് അടിക്കുന്നത്? വിച്ചു പറഞ്ഞു. വേണ്ടേ വേണ്ട. അപ്പൊ എങ്ങനെ? നീ എന്നെ സഹിക്കുവല്ലേ? പിന്നെ അല്ല. എന്നാൽ ഇത്ര പെട്ടെന്ന് നീ യെസ് പറയുന്നു ഞങ്ങൾ ആരും വിചാരിച്ചില്ല അനുവേ. മോളെ അച്ചുവേ, നിനക്ക് തെറ്റി. അതെന്നാടി നീ അങ്ങനെ പറഞ്ഞത്? പറയട്ടെ അനുപമേ. എന്ത്? ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വീട്ടിൽ പോയപ്പോ ഇവളുടെ ഡയറി ഇരിക്കുന്ന കണ്ടു. ക്യൂരിയോസിറ്റി ഞാൻ എടുത്ത് വായിച്ചു നോക്കി. അപ്പൊ ദേണ്ടെ കിടക്കുന്നു. ആൽവിച്ച, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ മനുഷ്യ? അതായിരുന്നു മോളെ ഡയറിയിലെ ഡയലോഗ്. അപ്പൊ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു. എന്നെ കൊണ്ട് ഇത്രയേ പറ്റൂ. ഡി കോപ്പേ, എന്നിട്ടാണോ അടിച്ച ഡയലോഗ് എന്തുവായിരുന്നു? ഇത്രയും നാള് ഞാൻ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എന്തുവാടെ ഇതൊക്കെ? അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു. അപ്പൊ എങ്ങനെ ട്രീറ്റിന്റെ കാര്യം? ഇവരെ മൂടിപ്പിക്കണ്ടേ? പിന്നല്ല, ചലോ ക്യാൻഡി. മൂടിപ്പിച്ചപ്പോ എന്നതാ സമാധാനം. നാളെ തൊട്ട് അസൈൻമെന്റ് പ്രോജക്റ്റ് ബിസിയോ ബിസി. പാർവണ, ഇതാരപ്പോ എന്നെ വിളിക്കാം? തിരിഞ്ഞു നോക്കിയപ്പോ ദേ നിൽക്കുന്നു ആനന്ദു. ആള് കുറച്ചു ദിവസമായിട്ട് എന്റെ പുറകെ നടപ്പുണ്ട്. എന്തിനാവോ എന്തോ. ഡാ, നിങ്ങൾ നടന്നോ, ഞാൻ വന്നേക്കാം. ശരിയടി.
എന്താ അനന്തു കാര്യം? അത് പറയാനന്തു, പോയിട്ട് കുറച്ച് കാര്യമുണ്ടായിരുന്നു. ഇയാൾ എന്തിനാ ഇങ്ങനെ വെട്ടി വീർക്കുന്നതാവോ? എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇതിപ്പോ തുറന്നു പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ഡി നീ നിൽക്കുന്നു കാലൻ, കണ്ണൊക്കെ ചുവന്ന്. ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായ ഭഗവാനെ? പാർവണ, ഞാൻ പറഞ്ഞത് നീ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ വെറുതെ എന്തിനാ ഉള്ള ഫ്രണ്ട്ഷിപ്പ് കൂടി കളയുന്നത്? ഞാൻ പോവുക. ഡി നീ എന്താ ഇവിടെ നിൽക്കുന്നത്? കാലനാണേ. ഞാൻ അനന്ത് വിളിച്ചിട്ട് നിന്നതാ. അവൻ എന്തിനാ നിന്നെ വിളിക്കുന്നേ? അത് അവൻ എന്നോട് ലവ് ആണെന്ന് പറയാം. എന്ത് കേട്ടിട്ടില്ലേ? ലവ്, പ്യാർ, മുഹബത്ത്, ഇഷ്ക്, കാതൽ. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞാലും തനിക്കെന്നാ? പിന്നെ എനിക്ക് അവനോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലാത്തോണ്ട് നോ പറഞ്ഞു. ഓഹോ, ആഹാ. ക്ലാസ്സിൽ കൂടി പാറു. അല്ല, എന്നതാ ഇപ്പൊ വിളിച്ചേ? ദൈവമേ, പെട്ട്. ക്ലാസ്സിൽ പോവാൻ. അത് കഴിഞ്ഞൊന്നും പറഞ്ഞില്ല. പാറുന്ന് എന്തോ കേട്ടു, അതാ. അതിന് നിന്റെ പേര് പാറു എന്നാണോ? അല്ലല്ലോ. അല്ല, പോയി ക്ലാസ്സിൽ ഇരിക്കടി. കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു മലയാളത്തിലെ അനന്തു ഇവളുടെ പുറകെ ചുറ്റി നടക്കുന്നത്. ആദ്യമല്ല ഡൗട്ടാണെന്നാണ് തോന്നിയത്. പക്ഷെ ഇന്ന് കൂട്ടുകാരിയോട് അവൻ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. അവൻ ഇന്ന് അവളെ പ്രൊപ്പോസ് ചെയ്യുമെന്ന്. എന്റെ പെണ്ണിനെ തന്നെ വേണം അവന് പ്രൊപ്പോസ് ഉണ്ടാക്കാൻ. അതുകൊണ്ട് അവൾ കാണാതെ ഇന്ന് മുഴുവൻ അവളുടെ പുറകിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൊച്ച് ക്ലാസ്സിലൊന്നും അങ്ങനെ കയറാറില്ലല്ലോ. ക്യാൻറ്റീനിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് അവളോട് നിൽക്കാൻ പറഞ്ഞപ്പോ കേൾക്കേണ്ട താമസം അവൾ അവിടെ തന്നെ നിന്നു. എന്നിട്ട് അവളുടെ കൂട്ടുകാരോട് പൊക്കോളെ, ഞാൻ വന്നേക്കാന്ന്. അവൻ ആളത്ര ശരിയായ ടൈപ്പല്ല. അവന്റെ മുന്നിലാണ് ആ മണ്ണോടി പോയി നിൽക്കുന്നത്. അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ അവളെ വിളിച്ചു. അവനോട് എന്തൊക്കെയോ പറഞ്ഞു എന്റെ നേരെ വന്നു. പിന്നെ അവള് പറഞ്ഞു കേട്ട് ചൊറിഞ്ഞു വന്നതാണ്. അവന്റെ ഓണക്കമേലെ ഇഷ്ടം. പിന്നെ അവള് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എന്റെ കൊച്ചു അങ്ങനെ കണ്ടവന്മാരോടൊന്നും ഇഷ്ടമാണെന്ന് പറയില്ല. കോളേജ് എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും. ആൽവിയും അനു അവരുടേതായ ലോകത്താണ്. എല്ലാ ദിവസവും എന്തേലും പറഞ്ഞ് അടിയുണ്ടാക്കിയില്ലെങ്കിൽ അവർക്ക് സമാധാനം വരത്തില്ല. ആദ്യമല്ല ഞങ്ങൾ ഇടപെടുമായിരുന്നു. ഇപ്പൊ നെവർ മൈൻഡ്. അച്ചു പുതിയതായി വന്ന സാറിനെ വളച്ചെടുക്കുന്നതിന്റെ തത്രപ്പാടിലാണ്. അവളുടെ ഐഡിയ കേൾക്കുമ്പോൾ എടുത്ത് പൊട്ടക്കിണറ്റി ഇടാൻ തോന്നും. പിന്നെ ഞാനും വിച്ചു ഹാഷ്യ സിംഗിൾ പസങ്ക പാട്ടും പാടി അങ്ങനെ നടക്കുന്നു. ഞങ്ങളുടെ മാവും പോക്കും എപ്പോഴാണോ എന്തോ. അച്ചു പിന്നെ നേരത്തെ കമ്മിറ്റഡ് ആണല്ലോ. പറയാൻ മറന്നു, ക്ഷമി. അവന്റെ മുറപ്പെണ കക്ഷി ദേവലക്ഷ്മി. 5ാം ക്ലാസ്സിൽ അവന്റെ നെഞ്ചിക്കയറി കൂടിയതല്ല അവൻ. സ്ട്രോങ് ലവാ. ഞാനും വെട്ടുപോത്തും തമ്മിൽ കാണുമ്പോ തുടങ്ങും അടി. അപർണ വെട്ടുപോത്തിനെ കാണുമ്പോ തുടങ്ങും ഒലിപ്പീരും. അങ്ങനെ നാളെ ഞങ്ങളുടെ അവസാന ദിവസമാണ് കോളേജ്. രാവിലെ തന്നെ അമ്മയെ അപ്പനെയും കൂട്ടി സാരിയൊക്കെ കൊടുത്തു. റെഡിയായി ദേ നിൽക്കുന്നു ചുന്ദരിയായി നമ്മുടെ അച്ചുമ്മ. ഉഫ്, എന്നെ ലുക്ക. ഇന്ന് സാറ് ഇവളുടെ മുമ്പിൽ മൂക്കും കുത്തി വീഴും, നോക്കിക്കോ. ഞങ്ങളെ രണ്ടിനെ അച്ഛൻ ഇന്ന് കൊണ്ടാക്കി. കോളേജിൽ ചെന്നപ്പോ നമ്മുടെ ചങ്കുകളും ഒന്നിനൊന്ന് കിടും. അങ്ങനെ അവന്മാരുടെ അടുത്ത് പോയി കുറെ നേരം ഇരുന്നു. ഡേ, ഒന്ന് എന്റെ കൂടെ വരുവോ? എങ്ങോട്ട്? സാനെ കാണാൻ. പ്ലീസ് ഡാ, ഒന്ന് പോയേടി. എന്നെ ആർക്കും വേണ്ട. ഓ മൈ ഗോഡേ സെന്റി, ആ പോവാ. മുത്താണ്. വാടി ഇങ്ങോട്ട്. ഇപ്പൊ സാർ എവിടെ കാണും എന്നറിയാവോ? ഇല്ല. ആ ബെസ്റ്റ്, വാ പോയി നോക്കാം. വാടി നോക്കാം. ദേ സാർ ദേണ്ട പോണു. നീ പോയിട്ട് വാ. ഞാൻ ഇവിടെ കാണും. പോയിട്ട് വാ പെണ്ണെ. ഓക്കെ. ഫോണിൽ നോക്കി കളിച്ചോണ്ടിരുന്നപ്പോഴാണ് എന്റെ കൈ പിടിച്ചു വലിച്ചോണ്ട് ദേ കാലം പോകുന്നു. ഡോ, താൻ എന്നതാ കാണിക്കുന്നേ? കൈ നിന്ന് വിടടോ. ഡോ, തന്നോടെ കൈ നിന്ന് വിടാൻ. മിണ്ടായിരിക്കടി പുല്ലേ. താൻ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോണേ? നിന്നെ കൊല്ലേ. അതെനിക്കറിയാം കാല, നിങ്ങൾ എന്നെ കൊല്ലുവെന്ന്. മിണ്ടാതെ കൂടെ വന്നോ? പിന്നെ ഞാൻ മിണ്ടും. താൻ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോണേ? ഒരു ക്ലാസ് റൂമിൽ കൊണ്ടു നിർത്തി. താൻ എന്നാത്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? ഡി പുല്ലേ, നീ ആരെ കാണിക്കാനടി വയറും കാണിച്ച് വന്നേക്കുന്ന? പറയടി. ഞാൻ നോക്കിയപ്പോ ദേ വയറ് മുഴുവൻ കാണാം. എന്റെ കൃഷ്ണ, ഇത്ര നേരം വയറും കാണിച്ചോണ്ടാണോ നടന്നേ? പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു. കാലിന്റെ മുഖത്ത് നോക്കാൻ ഒരു ചടപ്പ്. മര്യാദയ്ക്ക് ഉടുക്കാൻ പറ്റില്ലെങ്കിൽ ഉടുക്കരുത്. എളുപ്പം റെഡിയാക്കിട്ട് പോവാൻ നോക്ക്. ആ, ഇതെന്താ ദൈവമേ, കുത്താൻ പറ്റണില്ലല്ലോ. നീ എവിടെ എന്ത് കോപ്പ് കാണിക്കുക? അത് എന്താടി, നിനക്ക് വിക്കുണ്ടോ? ഇതെനിക്ക് കുത്താൻ പറ്റുന്നില്ല. ഓ നാശം. തിരിഞ്ഞു നിൽക്ക്, നോക്കട്ടെ ഞാൻ. അയ്യടാ, അങ്ങനെ താ നോക്കണ്ട. നോക്കാൻ പറ്റിയ സാധനം. എന്താടോ അത്രയ്ക്ക് മോശമാണോ? ഡി മിണ്ടാതെ നിന്നോ. തിരിയടി പുല്ലേ. കാല എന്നെ തിരിച്ചു നിർത്തി അയാൾ മുട്ടിലിരുന്നു. എന്റെ ഇടുപ്പിൽ പിടിച്ച് അടുത്തേക്ക് നിർത്തി. എന്നിട്ട് സാരിയുടെ ഇടയിൽ കൂടെ തുമ്പ പിടിച്ച് സ്റ്റേപ്പിൻ ചെയ്തു തന്നു. അയാളുടെ കൈകൾ എന്റെ വയറ് തൊട്ടപ്പോ തന്നെ അയാളുടെ ഷോൾഡറിൽ ഞാൻ പിടിമുറുക്കി. കാലൻ ഇടുപ്പിൽ പിടിച്ചു തന്നെ എഴുന്നേറ്റു. എന്നിട്ട് കൂടുതൽ എന്നെ ചേർത്ത് നിർത്തി. എനിക്ക് ശരീരം തളർന്നു പോകുന്ന പോലെ തോന്നി. ഇടുപ്പിൽ പിടിച്ച കൈയുടെ മുറുക്കം കൂടിയപ്പോൾ ഞാനൊന്ന് ഉയർന്നു പോയി. ശ്വാസം എടുക്കാൻ പോലും ഞങ്ങൾ രണ്ടും മറന്നുപോയി. അനൗൺസ്മെന്റ് കേട്ട് ഞങ്ങൾ ഞെട്ടി ബോധം വന്നു. പിന്നെ ആ കാലന്റെ കൈ മാറ്റി തിരിഞ്ഞു നോക്കാതെ നടന്നുപോയി.
നേരെ വാഷ്റൂമിൽ പോയി. എന്റെ ദൈവമേ, ഞാനിപ്പൊ എന്നതാ ചെയ്തേ? എനിക്കിത് എന്താണ് പറ്റി? അഭിയേട്ടൻ പിടിച്ചപ്പോ ഞാൻ എന്താണ് തടയാഞ്ഞ്? അഭിയേട്ടന് നിന്നോട് ഒരു ഇഷ്ടവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിക്കണം. ഇനി ഇതുപോലൊരു അവസരം ഉണ്ടാക്കരുത്. മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തു. ഒരു ഡീപ് ബ്രീത്ത് എടുത്ത് മുഖം കഴുകി അവരുടെ അടുത്തേക്ക് പോയി.